ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബ്രെഡും എഗ്ഗും കൂടെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റോൾ റെഡിയാക്കാം. ആദ്യം ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിതിൽ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് റോസ് സ്മെല്ലൊന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ട് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ക്രഷ് ചില്ലി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സോസുകളും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. 3 എഗ്ഗ് ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഈ സമയം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 8 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ബ്രെഡ് സ്ലൈസസ് ഇപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ബ്രെഡ് സ്ലൈസസ് എല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇനി ഓരോ ബ്രെഡ് സ്ലൈസസ് ആയിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോ ബ്രെഡ് സ്ലൈസസ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിലോട്ട് ഫില്ലിംഗ് വെച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ആദ്യം ബ്രെഡിൻ്റെ ഒരു സൈഡിലായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനുള്ള മസാല റോളൊന്ന് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ എഗ്ഗ് ഓൾറെഡി അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ സ്റ്റിക്കായി ഇരുന്നോളും. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോ ബ്രെഡ് റോളും എഗ് ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതുപോലെ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം 2 സൈഡിലൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഫില്ലിങ്സ് എല്ലാം ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് ബ്രെഡ് മാത്രം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതിയാവും. ഇപ്പോൾ നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ബാലൻസുള്ള റോളും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ റോൾസും റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബ്രെഡും എഗ്ഗും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്